ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 4 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. ചിങ്ങം രാശിയിൽ കേതുവുണ്ട്. ശുക്രനും കേതുവുമായിട്ട് അവിടെ യോഗം വരുന്നു. അപ്പോൾ ശുക്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് അനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജൂലൈ 4 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ചിങ്ങം രാശിയിൽ ആ ശുക്രൻ ഉണ്ടാകും. ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് വരുന്ന സമയത്ത് ചിങ്ങം രാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ശുക്രനും കേതുവുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമാണ്. ഇപ്പം ചിങ്ങം രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 5ാം ഭാവരാശിയാണ്. പൊതുവെ സൂര്യൻ്റെ രാശിയാണ്. അധികാരത്തിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയൊക്കെ രാശിയാണ്. അവിടേക്ക് ആ സുഖത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ. സൗന്ദര്യബോധത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ. റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ അത്തരത്തിൽ ആ ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ നമുക്ക് വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ, അനുരഞ്ജനത്തിലൂടെ, സ്നേഹത്തിലൂടെ അവ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ തർക്കങ്ങളിലൊക്കെ ഇടപെട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയം കൂടിയാണ്. ബിസിനസ്സിലായാലും സ്പെക്കുലേറ്റീവ് തലത്തിലായാലും പഠനത്തിലായാലും നല്ല ആ പ്ലാൻ ചെയ്യുന്നതിനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും അനുകൂല സമയമാണ്. ഇത് നമ്മൾ കാലപുരുഷൻ്റെ ആ 5ാം ഭാവരാശിയിലേക്ക് ശുക്രൻ രാശിമാർഗ വഴി ഉണ്ടാകാവുന്ന പൊതു അനുഭവമാണ്. പക്ഷേ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുമ്പോൾ വ്യത്യസ്ത രീതിയിലായിരിക്കും അത് സ്വാധീനിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ആദ്യം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക്. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും 3ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ജൂലൈ 4 ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ജന്മരാശിയിൽ കേതുവുണ്ട്. ആഗസ്റ്റ് 2 വരെ ശുക്രൻ ജന്മരാശിയിൽ ഉണ്ടാകും. ആ കേതുവും ശുക്രനുമായിട്ടുള്ള യോഗം ജന്മരാശിയിൽ വരുന്നുണ്ട്. പൊതുവേ നമുക്ക് ശുക്രൻ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈ സമയത്ത് ഉണ്ടാകും. ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം, സ്വഭാവമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ശുക്രൻ 3ാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ജന്മരാശിയിലേക്ക് വരുമ്പോൾ അത് 3ൻ്റെ 11ാം ഭാവമാണ് ജന്മരാശി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാകും. കൂടുതൽ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി വലിയ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. യാത്രകൾ കൊണ്ടും നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ശുക്രൻ 10ാം ഭാവാധിപനും കൂടിയാണ്. 10ാം ഭാവാധിപൻ ജന്മരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കരിയർ തലത്തിൽ നമുക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ സഹായമൊക്കെ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തൊഴിലിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടും. അതുവഴി നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ തൊഴിലിലൊക്കെ പ്രാഗൽഭ്യം, തൊഴിലിടത്തൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. നമ്മുടെ കഴിവുകൾക്കൊക്കെ അംഗീകാരം കിട്ടുന്ന സമയമാണ്. ഏത് കോംപ്ലിക്കേറ്റഡ് മാറ്ററും മാനേജ് ചെയ്യുന്നതിനും യുക്തിസഹമായിട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയുന്ന സമയമായിരിക്കും.
തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുവഴി ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, എഴുത്തുകാർ, പ്രഭാഷകർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ഇവർക്കൊക്കെ അവരുടെ മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ധനപരമായി നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ യോഗകാരകനും കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ അധികാരപരമായിട്ടൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശുക്രനൊക്കെ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ പൊതുവേ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മുടെ അപ്പിയറൻസൊക്കെ ആകർഷകമാകുന്ന സമയമായിരിക്കും. എതിർലിംഗക്കാരുടെ ഒരു പിന്തുണയൊക്കെ നമുക്ക് ഈ സമയത്ത് ഏത് കാര്യത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് കർമ്മ മേഖലയിലൊക്കെ എതിർലിംഗക്കാരുടെയൊക്കെ സഹായം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ശുക്രൻ 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ൽ രാഹുവുണ്ട്. ശുക്രൻ അവിടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ നമുക്ക് ഫോക്കസ് കൂടും. ബിസിനസ് പ്ലാനിലും തന്ത്രങ്ങളുമൊക്കെ മാറ്റം വരുത്തി ബിസിനസ് വികാസത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആ ശുക്രൻ്റെ സ്ഥിതി സഹായകമാണ്. ശുക്രനും രാഹുവൊക്കെ 7-ൽ ബന്ധം വരുമ്പോൾ നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധ വേണം. ഇനി കന്യകുറുകാർക്കും കന്യലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. കന്യകുറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ കന്യകുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ 2-ാം ഭാവാധിപനുമാണ്, ഭാഗ്യഭാവാധിപനുമാണ്. ആ ശുക്രൻ ജൂലൈ 4-ന് അവരുടെ 12-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ 12-ൽ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട്. ശുക്രൻ ആ 12-ാം ഭാവരാശിയിൽ ആഗസ്റ്റ് 2 വരെ ഉണ്ട്. ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം അവിടെ വരികയാണ്. അപ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ പണച്ചെലവ് കൂടാവുന്ന സമയമാണ്, സുഖച്ചെലവ് കൂടാവുന്ന സമയമാണ്, യാത്രാ ചെലവ് കൂടാവുന്ന സമയമാണ്, സ്പിരിച്വൽ തലത്തിൽ ചെലവ് കൂടാവുന്ന സമയമാണ്. അതുപോലെ നമുക്ക് വിദേശത്ത് നിന്ന് ഈ 2-ാം ഭാവാധിപൻ 12-ലൊക്കെ വരുമ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ വിദേശത്ത് ബന്ധുക്കൾ വർക്ക് ചെയ്യുന്നുവെങ്കിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. പൊതുവെ നമ്മുടെ സമ്പാദ്യത്തിലൊരു ഫ്ലക്ച്വേഷന് സാധ്യതയുണ്ട് 2-ാം ഭാവാധിപൻ 12-ൽ വരുമ്പോൾ. അതുപോലെ ശുക്രൻ 9-ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ 9-ാം ഭാവാധിപനെ ശുക്രൻ 12-ൽ വരിക എന്ന് പറയുമ്പോൾ അത് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ആത്മീയത വഴി ചില ഭാഗ്യനേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയം. തീർത്ഥയാത്രകൾക്കോ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ആതുര സേവനങ്ങളിലൊക്കെ ഏർപ്പെടാനൊക്കെ ചിലർക്ക് താല്പര്യം ഉണ്ടാകും. അതൊക്കെ നമുക്ക് ധനച്ചെലവ് കൂടാൻ ഇടയാക്കും. അതുപോലെ തൊഴിലിൽ ട്രാൻസ്ഫറിനോ തൊഴിൽ മാറ്റത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ 10-ാം ഭാവാധിപൻ 9-ാം ഭാവാധിപൻ 12-ലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരാം. ഇപ്പോൾ വിദേശ യാത്രകൾക്കും സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ, പഠനം, അതുപോലെ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധമൊക്കെ അതൊക്കെ ഒരു സുഖകരമാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവേ സുഖച്ചെലവ് കൂടും. വീട്, വാഹനം, അതുപോലെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ദൂരയാത്രകൾക്കൊക്കെ ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. 2-ാം ഭാവാധിപൻ 12-ലൊക്കെ വരുമ്പോൾ
നമുക്ക് ആ കുടുംബപരമായിട്ടുള്ള ചിലവ് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മതഗ്രന്ഥങ്ങൾ വാങ്ങുന്നതിനും അത് വായിക്കുന്നതിനും അതുപോലെ ഈ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പൊതുവെ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശ ബന്ധത്തിനും വിദേശത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലന്വേഷണമോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അത് പഠനത്തിനാകാം, അതുപോലെ തന്നെ നമുക്ക് ഈ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് ഈ 6ലേക്കൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ശുക്രൻ്റെ ദൃഷ്ടി 6ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ കടബാധ്യത കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകാം. 6ൽ രാഹുവുള്ള സമയം കൂടിയാണ്. അതുപോലെ നമുക്ക് ഈ ആഹാരത്തിലൊരു കെയർ വേണം. ദാമ്പത്യ ബന്ധത്തിലും അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ശത്രുശല്യമൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ആകൃഷ്ടനാകാൻ സാധ്യതയുണ്ട്. വർക്ക് പ്ലേസിൽ സ്ത്രീ സൗഹൃദത്തിലൊക്കെ ഒരു കെയർ വേണം. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ വിടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ജന്മലഗ്ന രാശിയാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ജൂലൈ 4 അവരുടെ 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ശുക്രൻ 11ാം ഭാവരാശിയിലുണ്ട്. 11ൽ കേതു ഉണ്ട്. കേതുവും ശുക്രനുമായിട്ട് 11 യോഗം വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമെന്ന് പറയാം. സൗഹൃദങ്ങൾ വഴി, സാമൂഹ്യ ബന്ധങ്ങൾ വഴി ഒക്കെ, തൊഴിൽ വഴി ഒക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ്. വിവിധ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധന നേട്ടം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ജന്മലഗ്ന രാശാധിപൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് ഗുണാനുഭവം ഉണ്ടാകും. ചില ഭാഗ്യനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ജന്മലഗ്ന രാശാധിപൻ 11ൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് ധനനേട്ടത്തിന് സാധ്യത കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് വഴിയും നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ നമുക്ക് സുഖം, സന്തോഷാനുഭവങ്ങളൊക്കെ ആ 11ലെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാം. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ചിലർക്ക് പ്രണയബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത, അംഗീകാരമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ചിലർക്കുണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ പുതിയ ഈ ആത്മീയ ചിന്ത കൂടുന്നതിനും നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നതിനും വഴി അങ്ങനെയൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അഷ്ടമ ഭാവാധിപൻ 11ലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആത്മീയ കാര്യങ്ങളിൽ ഫോക്കസ് കൂടും. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ നമുക്ക് ഈ ജോയിൻ്റ് അസറ്റുകളൊക്കെ പുനർവിന്യാസം നടത്തി അതുവഴിയൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഒരു സഡൻ ചേഞ്ച് ചിലപ്പം വരാം. അഷ്ടമഭാവാധിപൻ 11ലൊക്കെ വരുമ്പോൾ. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഏണിങ്ങിൽ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിൽ ഒരു ചെറിയ ഡിലേ ചിലപ്പോൾ ഈ അഷ്ടമഭാവാധിപൻ 11ൽ വരിക വഴി ഉണ്ടാകാം. അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലർക്ക് ഇൻഷുറൻസ് വഴി ഗുണാനുഭവം ഉണ്ടാകാം. അതുപോലെ ചിലർക്ക് ഈ 11ൽ കേതു നിൽക്കുന്നുണ്ട്, അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രനും വരുമ്പോൾ
ചിലർക്ക് അത് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള ഒരു സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. പൊതുവെ നമുക്ക് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള അനുകൂല സമയമാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും. അതുപോലെ തന്നെ മറ്റു സാമൂഹ്യ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ശുക്രൻ 5ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5ലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അഥവാ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ സഡൻ ആകുമ്പോൾ അത് മുഖാന്തരം ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, ആ സാഹചര്യം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 5ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് അവർക്ക് കറക്റ്റ് തീരുമാനം എടുക്കാൻ സഹായിക്കും. ആ രാഹുവിൻ്റെ 5ലെ സ്ഥിതി കൊണ്ടുള്ള ആ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ആ ശുക്രൻ്റെ 5ലെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ നമുക്ക് നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ കഴിയും. അതുപോലെ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാവ്യത്യാസങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കാൻ കഴിയും. പൊതുവേ നമുക്ക് സ്പിരിച്വൽ തലത്തിൽ, മന്ത്രശാസ്ത്രങ്ങളിൽ, ഉപാസനാദി വിഷയങ്ങളിലൊക്കെ ഫോക്കസ് കൂടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നത് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ 7ാം ഭാവാധിപനാണ്. അതുപോലെ 12ാം ഭാവാധിപനുമാണ്. ആ ശുക്രൻ ജൂലൈ 4-ന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് 10ലേക്കാണ് രാശി മാറുന്നത്. 10ൽ കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. ആഗസ്റ്റ് 2 വരെ ആ ശുക്രൻ 10ലുണ്ടാകും. ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം കർമ്മസ്ഥാനത്ത് വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 10ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ തൊഴിലിലൊക്കെ തൊഴിലിടത്തൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, ആ തൊഴിലിടത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ സമയത്തുണ്ടാകും. ജീവിത പങ്കാളി വഴി തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ജീവിത പങ്കാളിക്ക് ഇപ്പോൾ തൊഴിൽ കിട്ടുന്നതിനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും. അത് കർമ്മനേട്ടങ്ങൾക്ക് വഴിതെളിക്കും. പ്രൊമോഷനൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളവർക്കത് പരിഹരിക്കുന്നതിനും സഹായകമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൽ ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അവസരങ്ങളുടെ സമയമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ത്യാഗമനോഭാവം, തൊഴിൽ ഉള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. തൊഴിലിൽ ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അവരുടെ ഗൈഡൻസ് ഒക്കെ തൊഴിലിടത്ത് വളരെ ഗുണം ചെയ്യുമെന്ന് പറയാം. പൊതുവെ ഹാർഡ് വർക്കിനുള്ളൊരു അംഗീകാരം ഉണ്ടാകാവുന്ന സമയമായിരിക്കും. ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് എക്സ്പാൻഷനുമൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ നമുക്ക് ശുക്രൻ 12ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12ാം ഭാവാധിപനെ ശുക്രൻ ആണ് കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അവർക്ക് എന്തെങ്കിലും തൊഴിലിൽ മാറ്റങ്ങൾ വരും. അതുവഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ആതുര സേവനങ്ങളൊക്കെ നടത്തുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ റിവാർഡിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ആത്മീയ പുരോഗതി നമുക്ക് ഉണ്ടാകും. അത് നമ്മുടെ വർക്കിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സമയമായിട്ട് നമ്മുടെ എടുക്കാം. വിദേശ വിപണനം വഴിയും നേട്ടങ്ങളുണ്ടാകാം. അതുപോലെ നമുക്ക് ഒരു പൊതുജന സ്വീകാര്യത ഉണ്ടാകാവുന്ന സമയമാണ്.
സമൂഹത്തിലെ ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവരുടെ സൗഹൃദങ്ങൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും വഴിതെളിക്കും. ചില കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. സാമൂഹ്യ ബന്ധം വഴി നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ശുക്രൻ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരുവും ചൊവ്വയൊക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ കൂടുതൽ അറിവ്, ജ്ഞാനം ആർജിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഏത് കാര്യത്തിലായാലും ഓവർ കോൺഫിഡൻസ് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. നമ്മൾ ഏത് വിഷയമായാലും അത് ആഴത്തിൽ പഠിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കണ്ടെത്തുക. അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറയുന്നതിനും കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാകുന്നതിനും ഒക്കെ തന്നെ ആ 4 ആ ശുക്രൻ്റെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് പറയാം. അപ്പോൾ വീട്, വാഹനം അതൊക്കെ വാങ്ങുന്നതിനൊക്കെ അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.